ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലെ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസും നോർമൽ ഗ്ലാസും തമ്മിലുള്ള കറക്റ്റായിട്ട് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഫുള്ള് വീഡിയോ കാണണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണേ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ചില കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ഗ്ലാസ് ഭയങ്കര അല്ലെങ്കിൽ ഈ ഒരു അക്വേറിയം ഭയങ്കര ക്ലിയർ ആണല്ലോ, അതെന്താ അങ്ങനെ? അത് ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചില അക്വേറിയമൊക്കെ ചെയ്തേക്കുന്നത് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് വെച്ചും ചില അക്വേറിയമൊക്കെ നോർമൽ ഗ്ലാസ് വെച്ച് ചെയ്തേക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസും അതേപോലെ തന്നെ നോർമൽ ഗ്ലാസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് കാണുമ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല, എക്സ്ട്രാ ക്ലിയർ ഗ്ലാസും അതേപോലെ തന്നെ നോർമൽ ഗ്ലാസും തമ്മിലുള്ള ഡിഫറൻസ്. ബിക്കോസ് ഞാൻ പല അക്വേറിയത്തിൻ്റെ സർവീസസിന് പോയപ്പോൾ ഒക്കെ അവരെന്നോട് പറഞ്ഞത്, കസ്റ്റമേഴ്സ് ദാറ്റ് മീൻസ് ക്ലയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന്. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് അല്ലായിരുന്നു. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്നൊരു ജോലിയിൽ അതിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ആത്മാർത്ഥത കാണിക്കണം കേട്ടോ. ഈ അക്വേറിയംസ് ഒക്കെ പണിയുന്നവരൊക്കെ, ബിക്കോസ് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസും നോർമൽ ഗ്ലാസും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അത് അക്വേറിയം പണിത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് അറിയണമെന്നൊന്നുമില്ല, എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ആണ് നോർമൽ ഗ്ലാസ്. അതൊക്കെ എത്രയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ അക്വേറിയമൊക്കെ പണിയുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്ന ജോലി നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലയൻസിന് ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് വർക്കൊക്കെ നിങ്ങൾ ആ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പം ഇന്ന് ഇതുണ്ടോ, ഇതെൻ്റെ അടുത്ത് 2 പീസ് ഗ്ലാസ് ഉണ്ട്. ഒരെണ്ണം വീതി ഉള്ളതുകൊണ്ട് ഒരെണ്ണം വീതി കുറഞ്ഞതുണ്ട്. കണ്ടോ, ഈ ഗ്ലാസ്സുകൾ കണ്ടാൽ നമുക്ക് ഒരേപോലെയൊക്കെ, ഇത് ശകലം അഴുക്കൊക്കെ ആയിട്ടാണ്, വേണമെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാം. നോക്കാം, അത് നോക്കിയില്ലായിരുന്നു. ഗ്ലാസ് തുടയ്ക്കുന്ന ഏറ്റവും ബെസ്റ്റ് പേപ്പറാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരി, ഇപ്പോൾ ഓക്കെയാണ്. ഇതുണ്ടോ, 2 പീസ് ഗ്ലാസ്, ഒരെണ്ണം വീതിയുള്ള ഒരെണ്ണം വീതി കുറഞ്ഞതും. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ടും ഗ്ലാസ് പോലെ തോന്നുന്നുള്ളൂ അല്ലേ? ഇത് ചെറിയൊരു മങ്ങലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു മങ്ങൽ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഗ്ലാസ് ചെറിയൊരു മങ്ങലുണ്ടോ? അല്ലേ, എൻ്റെ ഈ ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിന് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ടല്ലേ. അതേസമയം ഇതോ നല്ല ക്ലിയറാണ് കണ്ടോ. ഇനി അടുത്തൊരു വ്യത്യാസം, കറക്റ്റ് ഡിഫറൻസ് കാണാൻ പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇവിടെ എന്താ നിങ്ങൾ കാണാൻ സാധിക്കുന്നത്? ഈ ഗ്ലാസ് ചെറിയൊരു ഗ്രീൻ ടെൻറ്റ് പോലെ കാണാം, അല്ല ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ടെൻറ്റ് പോലെ നമുക്ക് കാണാം. പക്ഷേ ഈ ഗ്ലാസ് കണ്ടോ, നല്ല ക്ലിയറാണ്. അതിൻ്റെ നമ്മളിവിടെ അങ്ങേ അപ്പുറത്താണ് ഞാൻ കൈ വെക്കുന്നത്, പുറകിൽ കൈ വെച്ചാൽ പോലും കണ്ടോ എന്ത് ക്ലിയർ. അതേസമയം ഇതോ അവിടെ ഇങ്ങനൊരു എന്തോ ഒന്നും ഓടുന്നുണ്ടെന്നല്ലാതെ വിരലാന്നുള്ള കാര്യം മനസ്സിലാകാതെ. പക്ഷേ ഇവിടെയോ, ഇപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ എൻ്റെ ഈ വിരലിൻ്റെ മടക്ക് ഞാനൊന്ന് വെച്ച് കാണിക്കാമേ. ഇതുണ്ടോ, ഇതേ നല്ല ക്ലിയറായിട്ട്, ഇതൊക്കെ പോളിഷ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് ഇങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് നോർമൽ ഗ്ലാസും അതേപോലെ തന്നെ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഗ്ലാസ് നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് വരികയും ചെയ്യും, ഈ ഗ്ലാസ് നല്ല ക്ലിയർ ആയിരിക്കും. ഇതാണ് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസും നോർമൽ ഗ്ലാസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പം മൈ ഡിയർ ക്ലയൻസ്, നിങ്ങൾ ആരുടെ അടുത്ത് അക്വേറിയം ചെയ്യാൻ കൊടുത്താലും പ്രത്യേകം എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് തന്നെ എടുക്കുക. നിങ്ങൾ ഗ്ലാസ് എടുത്ത് കൊടുത്താലും ഒരു പ്രോബ്ലം ഇല്ല. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലയൻസ് ആയാലും എൻ്റെ വ്യൂവേഴ്സ് ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും അത് ക്ലിയറായിട്ട്, ഞാൻ എല്ലാവരും ഗ്ലാസ് അക്വേറിയം പണിയുന്നവർ അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പല സ്ഥലത്തും, ഇപ്പം ഏകദേശം ഒരു 3-4 സ്ഥലത്ത് ഈ ഒരു അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതാണ്
ഗ്ലാസ് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ബബിൾ വോളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ അഭിപ്രായമല്ല, എക്സ്ട്രാ ക്ലേ ഗ്ലാസ്സേ ഉപയോഗിക്കാവുള്ളൂ. എക്സ്ട്രാ ഗ്ലാസ് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനകത്തുനിന്ന് ലൈറ്റ് ട്രാൻസ്ഫറായി കിട്ടുന്നത്. അപ്പം ലൈറ്റ് നമ്മൾ എന്തുമാത്രം ട്രാൻസ്ഫർ അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, ക്ലാരിറ്റി ആയിരിക്കും. അപ്പം ബബിൾ വോളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്ട്രാ ക്ലേ ഗ്ലാസ് വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ഫ്രണ്ട്സ്.